In this video, we are going to discuss about incomplete contracts. ലാസ്റ്റ് വീഡിയോയിൽ ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് തന്നിരുന്നത്. ഇവിടെ നമ്മൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ദ കോൺട്രാക്ട് വിച്ച് ഇസ് സ്റ്റിൽ ഇൻ പ്രോഗ്രസ്, അതായത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ധാരാളം കോൺട്രാക്ട്സ് ലഭിക്കുന്നുണ്ടാവും. ഓരോ കോൺട്രാക്റ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓരോ കോൺട്രാക്റ്റിൻ്റെയും പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് കോൺട്രാക്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറാണ് പതിവ്. പിന്നീടൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡിൽ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവണമെന്നില്ല. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമ്മളതിനെ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു determine the profit or loss arising from it. So we have to prepare contract account. ഫുള്ളി കംപ്ലീറ്റഡ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടി തന്നെയാണ്? ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലായി. കോൺട്രാക്ട് വിച്ച് ഇസ് സ്റ്റിൽ ഇൻ പ്രോഗ്രസ്, കമ്മിങ് ഇയേഴ്സിൽ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെയുള്ള കോൺട്രാക്ട്സിനെയാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതാത് വർഷം അക്കൗണ്ടിങ് ഇയർ എൻഡിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തേ മതിയാവുകയുള്ളൂ. ഓക്കെ, സോ if a contract is incomplete, the full amount of contract price cannot be credited to the contract account. അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് നമുക്കറിയാം, കോൺട്രാക്റ്റ് അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് which is prepared to contract account is a nominal account which is prepared to determine the profit or loss. ഇപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? We will debit all expenses and we will credit ഓൾ ഇൻകംസിനെ എല്ലാം ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇൻകം എന്ന് പറയുന്നത് കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന കോൺട്രാക്ട് പ്രൈസ്. ഇവർ എഗ്രി ചെയ്യുന്നൊരു പ്രൈസ് ഉണ്ടല്ലോ, ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നേരം എത്ര രൂപയാണോ ഇവർ പേ ചെയ്യേണ്ട ആ എമൗണ്ടാണ് നമ്മൾ ഇൻകമായിട്ട് കാണിക്കുന്നത്, ആ ഫുൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പ്രൈസ്. പക്ഷേ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ എമൗണ്ട് റിസീവ് ചെയ്യില്ല. കംപ്ലീറ്റ് ആവുന്ന ആ ഒരു സ്റ്റേജിലെ ഫുൾ എമൗണ്ട് റിസീവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കോൺട്രാക്ട് പ്രൈസ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം വി ആർ സ്റ്റിൽ ഇൻ പ്രോഗ്രസ്. അങ്ങനൊരു കേസിൽ, അത് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻകം സൈഡിൽ കാണിക്കേണ്ടത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ്. ഓക്കെ, വർക്ക് ഇൻ പ്രോഗ്രസ്. പിന്നീട് ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി സ്പ്ലിറ്റഡ് ആസ് വർക്ക് സർട്ടിഫൈഡ് എന്നും വർക്ക് അൺസർട്ടിഫൈഡ് എന്നുമാണ് കാണിക്കേണ്ടത്. വർക്ക് സർട്ടിഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ പോർഷൻ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ബൈ ദി കോൺട്രാക്ടർ ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദി കോൺട്രാക്ടി ഓർ ഹിസ് ആർക്കിടെക്റ്റ്. അതായത് കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്ത് ആര് അപ്രൂവ് ചെയ്യുകയും ചെയ്തു? കോൺട്രാക്റ്റി, അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റിയുടെ ക്ലയൻറ്റിൻ്റെ ആർക്കിടെക്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തതാണ്. പിന്നീട് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാലും ആര് കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്? കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ഓർ സാങ്ഷൻഡ് ബൈ ദി കോൺട്രാക്റ്റി ഓർ ഹിസ് ആർക്കിടെക്റ്റ്. ഒരു കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ഇത് ആര് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടില്ല? കോൺട്രാക്റ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടില്ല. എനിവേ ഇറ്റ് ഇസ് ഡൺ ബൈ ദി ഓർ ഇറ്റ്സ് കംപ്ലീറ്റഡ് ബൈ ദി കോൺട്രാക്ടർ. ഇതെന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്ത പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ ഇൻകം സൈഡ് റെക്കോർഡ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇൻകവും എക്സ്പെൻസും റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? പ്രോഫിറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഇൻകവും എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. ഇൻകം കൂടുതലാണ്, എക്സ്പെൻസ് കുറവാണെങ്കിൽ പ്രോഫിറ്റ്. നേരെ മറിച്ച് എക്സ്പെൻസ് കൂടുതൽ, ഇൻകം കുറവാണെങ്കിൽ അവിടെ ലോസും ആയിരിക്കും. ഈ റെക്കോർഡ് ചെയ്തതിൻ്റെ ജേർണൽ എൻട്രിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. അതായത് ഒരു ആസ്പെക്റ്റ് കോൺട്രാക്റ്റ് അല്ലേ. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം, വർക്ക് സർട്ടിഫൈഡ് എന്നും വർക്ക് അൺസർട്ടിഫൈഡ് എന്നും. പക്ഷേ ജേർണൽ എൻട്രി നമ്മൾ ആ സ്പ്ലിറ്റ് അപ്പ് കാണിക്കാറില്ല. നമ്മളിങ്ങനെ എഴുതുള്ളൂ, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇൻകവും എക്സ്പെൻസും കമ്പയർ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് പ്രോഫിറ്റ്. സാധാരണ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്? പി ആൻഡ് എൽ എന്നങ്ങ് എഴുതത്തേ ഉള്ളൂ ആ പ്രോഫിറ്റിനെ. ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഫുള്ളി കംപ്ലീറ്റഡ്. ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ ഫുൾ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്ത പ്രോഫിറ്റിനെ പി ആൻഡ് എല്ലിലോട്ട് ഫുള്ളി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയില്ല, കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കമ്മിങ് ഇയേഴ്സിലും ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയ ഈ ഫുൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റിനെയും പ്രോഫിറ്റായിട്ട് കരുതാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ പ്രോഫിറ്റിനെ നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്നാണ് വിളിക്കാറുള്ളത്.
So in case of incomplete contract, the profit is called notional profit. Notional profit means imaginary profit or estimated profit എന്നൊക്കെ പറയും. കാരണം എന്തുകൊണ്ടാണ് ഇമാജിനറി അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് എന്ന് പറയുന്നത്? ഈ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമ്മളിവിടെ ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് എന്നൊക്കെ എഴുതി വെക്കുകയാണെങ്കിലുള്ള പ്രശ്നം, ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലും ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൂടാം, ലേബർ കോസ്റ്റ് കൂടാം, ഓവർ ഹെഡ്സ് കൂടാം, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും അൺഫോർസീൻ കണ്ടിജൻസീസ് വരാം. ഇങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ച പ്രോഫിറ്റ് ചിലപ്പോൾ എന്തായി തീരാനുള്ള ചാൻസ് ഉണ്ട്, ലോസായി തീരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിതിനെ എന്തായിട്ട് കരുതുന്നത്? എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് ആയിട്ട് കരുതുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി നീഡ് ടു റൈറ്റ് ഇറ്റ് ആസ് നോഷണൽ. കിട്ടുന്ന പ്രോഫിറ്റിനെ എന്തെന്ന് എഴുതാവുള്ളൂ? നോഷണൽ പ്രോഫിറ്റ് എന്നാണ് എഴുതുന്നത്. നോഷണൽ പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങളൊരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. ഈ നോഷണൽ പ്രോഫിറ്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കുറച്ച് പോർഷൻ നമുക്ക് റിയൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് P&L ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കി പോർഷനെ നമ്മൾ റിസർവായിട്ട് കീപ്പ് ചെയ്യണം. റിസർവിനെ ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ച ഫുൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റിനെ കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് കരുതാൻ പാടില്ല. ഒരു പോർഷനെ നമുക്ക് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് കരുതാം. ബാലൻസ് എമൗണ്ടിനെ റിസർവായിട്ട് കീപ്പ് ചെയ്ത് അതിനെ എന്തായിട്ട് റെക്കോർഡ് ചെയ്തിടണം? വർക്ക് ഇൻ പ്രോഗ്രസ്സിലോട്ട് റെക്കോർഡ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൽ പ്രോഫിറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, പിന്നീട് ഒരു കാര്യം കൂടെ ഓർക്കണം. ഇതിനെ ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ഒരു അസറ്റായിട്ട് നമ്മളിവിടെ എവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്? ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ഇവർ ഓരോ അക്കൗണ്ടിങ് ഇയർ എൻഡിലും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം വർക്ക് ഇൻ പ്രോഗ്രസ് ഷുഡ് ബി ഷോൺ ആസ് എൻ അസറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം. ഏത് കേസിൽ? ഇഫ് ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്. ഇനി ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് എഴുതുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ വർക്ക് സർട്ടിഫൈഡ് എന്നും വർക്ക് അൺസർട്ടിഫൈഡ് എന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതണമെന്ന് പറഞ്ഞ്. ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് വർക്ക് സർട്ടിഫൈഡ് അറിയണ്ടേ എത്ര ആണെന്ന്? ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും വർക്ക് സർട്ടിഫൈഡിൻ്റെ ഫിഗറും വർക്ക് അൺസർട്ടിഫൈഡിൻ്റെ ഫിഗറും അല്ലെങ്കിൽ വാല്യൂ. അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ക്വസ്റ്റ്യനിൽ വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ട് ഡയറക്റ്റ്ലി തരത്തില്ല, എന്തെങ്കിലും ഹിൻസ് തരും. ആ ഹിൻഡ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തരാറുള്ള ഹിൻഡ് തരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇത് ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഫിഗർ തന്നിട്ടില്ലെങ്കിലാണ് എങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ തരും. കോൺട്രാക്ട് പ്രൈസ് തരും. നമ്മൾ ഫുൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട് പ്രൈസും തരും. എന്നിട്ട് പറയും കോൺട്രാക്ട് പ്രൈസിൻ്റെ ഇത്ര ശതമാനം വർക്ക് സർട്ടിഫൈ ചെയ്തു എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇഫ് ആ കോൺട്രാക്ട് പ്രൈസ് ഇസ് 1 lakh ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ ആസ് ഔട്ട് ഓഫ് 10 lakh 80% ഇസ് സർട്ടിഫൈഡ്. അപ്പോൾ 10 ലക്ഷത്തിൽ 80% വർക്ക് സർട്ടിഫൈ ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? വർക്ക് സർട്ടിഫൈഡ് 10 lakh into 80%. That is equal to 8 lakh is the value of work certified. ആ രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലെ ഹിൻഡ് തരും. അവർ നിങ്ങളോട് പറയും ഇത്ര രൂപ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 5 lakh rupees റിസീവ് ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും. അതെന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 70%. ഇങ്ങനൊരു ഹിൻഡ് തരാം. ഓക്കെ, അപ്പം അങ്ങനൊരു ഹിൻഡാണ് തരുന്നതെങ്കിൽ ഈ സെക്കൻഡ് ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 5 lakh. സോ ന്യൂമറേറ്ററിൽ 5 lakh എഴുതുക. ഡിവൈഡഡ് ബൈ അതെന്താണെന്നാണ് പറഞ്ഞത്? ഈ റിസീവ് ചെയ്ത ക്യാഷ് എന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 70% എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഇൻ ഡിനോമിനേറ്റർ യു ഹാവ് ടു റൈറ്റ് 70%. 70% മീൻസ് 70 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 5 lakh zeros ഇട്ട് എഴുതിക്കണം. ഡിവൈഡ് ബൈ 70% എന്ന് പറഞ്ഞാൽ 70 ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഡിനോമിനേറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് കിട്ടും. ഈ രീതിയിലും ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഈ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പോകേണ്ട, തന്നിരിക്കുന്ന ഫിഗർ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് അറിയാമല്ലോ, പാർട്ട്ലി ഫിനിഷ്ഡിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാറുള്ളത്. Any contract which is only in the process of completion is known as work in progress. And the value of work in progress is to be ascertained
to credit the amount in the contract account in order to find out the profit on contract. അത് നമ്മൾ കണ്ടതാണ്. വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടെത്തുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏത് പ്രോഫിറ്റാണ്, എസ്റ്റിമേറ്റഡ് അല്ലെങ്കിൽ നോഷണൽ പ്രോഫിറ്റ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടെത്തിയേ മതിയാവുള്ളൂ. കാരണം അതല്ലേ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്, വർക്ക് സർട്ടിഫൈഡ് എന്നും അൺസർട്ടിഫൈഡ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ആണ് ഒരു റീസൺ, വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പിന്നീട് ഒരു റീസണും കൂടെ ഉണ്ട്. ഇതിനെ നമ്മൾ എവിടെയും കാണിക്കണം, ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു അസറ്റായിട്ട് കാണിക്കുകയും വേണം. ഈ രണ്ട് കാരണങ്ങളാലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഫസ്റ്റ് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ്. അതൊന്നിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഫോർമുലാസ് ഏതെങ്കിലും വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. അതിനുള്ള ഹിൻഡ് ക്വസ്റ്റ്യനിൽ കാണും. ഓക്കെ, വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വാല്യൂ ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഫുൾ എമൗണ്ട് ഓഫ് വർക്ക് ഇൻ ഫൈനൽ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ല, അവിടെ വരെയുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടും. ഈ വർക്ക് ഇൻ പ്രോഗ്രസ് ഫിഗറാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഫിഗറാണ്. വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡും വാല്യൂ ഓഫ് വർക്ക് അൺസർട്ടിഫൈഡും ആഡ് ചെയ്യുന്ന ഫിഗറാണ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഫൈനൽ വാല്യൂ അല്ല, നെറ്റ് വാല്യൂ അല്ല, ഇനിയും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ ഇത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കോൺട്രാക്ടർ കംപ്ലീറ്റ് ചെയ്ത വർക്കാണ്, കംപ്ലീറ്റ് ചെയ്ത വർക്കിൻ്റെ കോസ്റ്റാണിത്. കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും, അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ് എല്ലാം കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഇത്ര രൂപയുടെ വർക്ക് അദ്ദേഹം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, അത് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സമയം വരെ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഈ പ്രോഫിറ്റിൽ ഫുൾ എമൗണ്ടും റിയൽ പ്രോഫിറ്റ് അല്ല, കുറച്ച് പോർഷൻ നോഷണൽ പ്രോഫിറ്റാണ്. ഇതിൽ നിന്നും കുറച്ച് നോഷണൽ പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് നമുക്ക് എപ്പോഴേ കിട്ടുള്ളൂ, ഒരു പ്രോഡക്റ്റ് വിറ്റ് ഫണ്ട് ഒന്നീ ക്രെഡിറ്റ് സെയിൽ അല്ലെങ്കിൽ ക്യാഷ് സെയിൽ എന്ന് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഫിറ്റിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ പ്രോസസ് ഓഫ് കംപ്ലീഷനിലുണ്ട്, പ്രോഫിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റിനെ ഇങ്ങ് മാറ്റണം. ഏത് പ്രോഫിറ്റാണ്, നമ്മൾ നോഷണൽ പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്തില്ലേ, പി ആൻഡ് എല്ലോട്ട് കുറച്ച് പോർഷൻ പോവും, വർക്ക് ഇൻ പ്രോഗ്രസ്സിലോട്ട് റിസർവായിട്ട് കീപ്പ് ചെയ്യുന്നത് കുറച്ച് പോർഷൻ റിസർവായിട്ടും കീപ്പ് ചെയ്യുന്ന എഴുതിയ ആ പോർഷൻ, റിസർവിൽ കീപ്പ് ചെയ്യുന്ന പോർഷനെ നമ്മളിങ്ങ് ഡിഡക്റ്റ് ചെയ്ത് കളയണം. അതായത് അത് നോഷണൽ പ്രോഫിറ്റാണ്, ഇനി കിട്ടാൻ പോകുന്ന പ്രോഫിറ്റാണ്. ഓക്കെ, ആ പ്രോഫിറ്റിനെ മാറ്റിക്കളയണം. ബാക്കിയാണ് ബാലൻസാണ് വാല്യൂ ഓഫ് ഗ്രോസ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഗ്രോസ് വാല്യൂ എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ വരെ നമ്മളെത്തി, ഗ്രോസ് വാല്യൂ വരെ എത്തി. ഇത്രയും രൂപയാണ് ഇപ്പോൾ കോൺട്രാക്റ്റ് ആക്ച്വലി സ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി സാധാരണ കോൺട്രാക്റ്റിൽ കോൺട്രാക്ട് പ്രൈസ് നമുക്ക് ഒരുമിച്ച് ഫുള്ളി കംപ്ലീറ്റ് ആകുമ്പോഴല്ല ലഭിക്കുക, ഇടയ്ക്കിടയ്ക്ക് അതായത് പാർട്ട് പേയ്മെൻ്റ് ആയിരിക്കും തരുന്നത്. കോൺട്രാക്ടർക്ക് കോൺട്രാക്ട് പ്രൈസ് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പോർഷൻ ഓഫ് മണി നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റിലല്ലേ എഴുതാൻ പറ്റും, അത് വർക്ക് ഇൻ പ്രോഗ്രസ് അസറ്റിൽ കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നോക്കണം, നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടിൽ എന്തെങ്കിലും നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടോ, റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ഡിഡക്റ്റ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ലെസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി. നമ്മൾ ഇത്രയും ഫിഗറാണ്, ഇത്രയും എമൗണ്ടാണ് കോൺട്രാക്ടർ ഇതുവരെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്നും കുറച്ച് എമൗണ്ട് ലഭിച്ചിട്ടുണ്ട്, അത് മാറ്റണം. ഈ എമൗണ്ട് ലഭിച്ചിരിക്കുന്ന ക്യാഷ് അക്കൗണ്ടിലോട്ട് പോകും. അതുകൊണ്ടാണ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് കണക്കാക്കാൻ പറ്റാത്തത്. മൈനസ് ചെയ്ത് ബാലൻസ് വരുന്നതാണ് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾക്ക് ആരും തന്നിട്ടില്ല, അതിപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഫിഗറാണ് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ദിസ് ഈസ് ദ വാല്യൂ. ഫൈനലി കിട്ടുന്നതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പറ്റുന്ന വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അസറ്റിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ലാസ്റ്റിൽ വരുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേഷൻ. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്, കോൺട്രാക്റ്റ് അക്കൗണ്ടിലും ഇതിൻ്റെ ഫിഗർ കാണിക്കണം. കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ തന്നെ ഈ പോർഷൻ മാത്രം കാണിച്ചാൽ മതി, ആദ്യം കിട്ടുന്ന പോർഷൻ. പിന്നീട് ബാലൻസ് ഷീറ്റിൽ ഇതൊരു അസറ്റായിട്ട് കാണിക്കണം. അസറ്റായിട്ട് കാണിക്കുമ്പോൾ ഏത് ഫിഗറാണ് കാണിക്കേണ്ടത്, ഈ ലാസ്റ്റ് കിട്ടുന്ന ഫിഗർ. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ഒന്നീ നിങ്ങൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഒരു വർക്കിംഗ് ആയിട്ട് ചെയ്തിട്ട് ഈ ലാസ്റ്റ് ഫിഗർ മാത്രം ബാലൻസ് ഷീറ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കോപ്പി ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫുൾ വർക്കിങ്ങും
വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് തൊട്ട് ഇവിടം വരെ ബാലൻസ് ഷീറ്റിൽ വർക്കിംഗ് ആയിട്ട് കാണിക്കാം. പക്ഷേ ഇന്നർ കോളത്തിൽ കാണിക്കണം. ഫൈനൽ ഫിഗർ മാത്രം ഔട്ടർ കോളത്തിൽ കാണിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി ഒരു കാര്യമായിട്ടുണ്ട്, ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. വർക്ക് ഇൻ പ്രോഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് 2 ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. ആദ്യത്തെ ഒരു ജേണൽ എൻട്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് അതായത് ക്രെഡിറ്റ് സൈഡിൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ക്രെഡിറ്റ് സൈഡിൽ ഇൻകമായിട്ട് എഴുതുന്ന ജേണൽ എൻട്രി, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് എഴുതും ക്രെഡിറ്റ് സൈഡിൽ. അതിനെ ഡിവൈഡ് ചെയ്ത് വർക്ക് സർട്ടിഫൈഡ് എന്നും വർക്ക് അൺസർട്ടിഫൈഡ് എന്നും കാണിക്കണം. ബട്ട് എൻട്രി എങ്ങനെ വരുന്നത്? എൻട്രി വരുന്നത് എങ്ങനെയാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്, ഈ എൻട്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്, മറ്റൊരു ആസ്പെക്റ്റ് കോൺട്രാക്റ്റ് അക്കൗണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിലും ഇത് പോസ്റ്റ് ചെയ്യണം, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലും ഇത് പോസ്റ്റ് ചെയ്യണം. വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പം എങ്ങനെ വരുമെന്ന് നോക്കാം. സെയിം എൻട്രി വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെറ്റർ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു കോൺട്രാക്റ്റ് എന്ന് എഴുതണം, ടു കോൺട്രാക്റ്റ് അക്കൗണ്ട്. പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എന്തൊക്കെയാണ്? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. ആ ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ജേണൽ എൻട്രി കഴിഞ്ഞ് ഇനി ഒരു ജേണൽ എൻട്രിയും കൂടെ ഉണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. അതായത് കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിനെ എന്തെന്ന് വിളിക്കണമെന്നാണ് പറഞ്ഞത്? നോഷണൽ പ്രോഫിറ്റ് എന്നത്. നോഷണൽ പ്രോഫിറ്റിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. സ്പ്ലിറ്റ് ചെയ്ത് അതിൽ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കി ബാലൻസ് വരുന്ന പ്രോഫിറ്റിനെ നമ്മൾ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ച പ്രോഫിറ്റ് എപ്പോഴേ എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന് നമ്മൾ റിസർവ് ആയിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ജേണൽ എൻട്രി. അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് എഴുതുന്ന സൈഡിലാണ് വരുന്നത്, ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ എൻട്രി എങ്ങനെ വരും? കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. ആ പ്രോഫിറ്റ് പോർഷൻ ഫുൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ല, റിസർവിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എൻട്രി കോൺട്രാക്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ. ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഏത് ഫിഗറാണ് വരുന്നത്? പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ്. ഓക്കെ, അപ്പോൾ ഈ 2 പോസ്റ്റിങ്ങേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ബാലൻസ് ചെയ്യുക. ഓർക്കേണ്ട കാര്യം, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു ബാലൻസ് ഫിഗർ വന്നാൽ അത് എവിടോട്ട് പോകും? ബാലൻസ് ഷീറ്റിലോട്ട് പോകുന്നതാണ്. സോ യു നീഡ് ടു റൈറ്റ് ഇറ്റ് ആസ് ബാലൻസ് സി ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേ, ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടി നിൽക്കുന്നത്, ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞു നിൽക്കും. ഡിഫറൻസ് വരുന്നത് ബാലൻസ് സി ഡി. ബാലൻസ് സി ഡി ഇത് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലല്ലേ വരുന്നത്. സോ ഇറ്റ് ഇസ് എൻ അസറ്റ്. അപ്പോൾ ഈ ഫിഗർ ഏതാ? പക്ഷേ ഈ ഫിഗർ അല്ല, ഇത് ഗ്രോസ് വാല്യൂ ആണ് കേട്ടോ. ഇവിടെ കിട്ടുന്നത് ഗ്രോസ് വാല്യൂ ആണ്. നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് നെറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫിഗറിൽ നിന്നും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്താൽ ബാലൻസ് ഷീറ്റിൽ ഫിഗർ ആവുള്ളൂ. അതിവിടെ കാണിക്കേണ്ട കാര്യമില്ല. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ലെസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടുന്നത്. അക്കൗണ്ടിൽ നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രോസ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് കിട്ടുന്നത്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്തേ കാണിക്കാൻ പാടുള്ളൂ? നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതാണ് ഗ്രോസ് വാല്യൂ. ഈ നമ്മൾ സ്പെൻഡ് ചെയ്തതാണ് ഈ കൺസ്ട്രക്ഷന് വേണ്ടി. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത എമൗണ്ട്. അതിൽ ഒരു പോർഷൻ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ സെയിം ഫിഗർ തന്നെ കാണിക്കാം. കാരണം ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് അസറ്റായിട്ട് കാണിക്കാം വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കേട്ടതിന് ശേഷം അടുത്ത വീഡിയോയിൽ ഈ കാൽക്കുലേഷൻ എല്ലാം ഉള്ളൊരു പ്രോബ്ലമാണ്. അതായത് ഹൗ ടു കാൽക്കുലേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ്, ദെൻ ഹൗ ടു പ്രിപ്പയർ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്, ദെൻ how we can show all these items in the balance sheet. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.